എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ചൂടത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസും കൂടിയാണ്. വളരെ ഹെൽത്തിയായ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നതും. ഈ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഇതിൽ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. നമ്മുടെ വയറൊക്കെ തണുപ്പിക്കാനായിട്ട് നല്ല കിടിലനായിട്ടുള്ള ഒരു ജ്യൂസും കൂടിയാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. നമുക്ക് വേഗം ഒന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. നമ്മൾ റാഗി വെച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ റാഗി പൊടിയാണ് ഈ പാനിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റാഗി പൊടിയില്ലെങ്കിൽ മുഴുവനായിട്ടുള്ള റാഗി ഒന്ന് സോക്ക് ചെയ്തിട്ട് അരച്ചെടുത്ത് അതിൻ്റെ പാലെടുത്തിട്ട് നമുക്ക് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ റാഗി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബീട്രൂട്ടിൻ്റെ 1/4 പോർഷൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ കളറൊന്നും നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ട. ഈ ബീട്രൂട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ബീട്രൂട്ടൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് റാഗി കുറുകി വരുമ്പോൾ ആ ബീട്രൂട്ടും അതിനകത്ത് കിടന്ന് വെന്ത് കിട്ടും. ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ നമുക്ക് കുറുക്കിയെടുക്കാം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 പീസ് ഡേറ്റ്സും അതോടൊപ്പം തന്നെ ഒരു 5 പീസ് ആൽമണ്ട്സും ഒരു 5 പീസോളം വാൾനട്ടുമാണ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നത്. നമുക്ക് റാഗി കുറുക്കിയെടുത്ത് വരുമ്പോൾ ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു രീതിയിൽ റാഗി കുറുക്കിയൊക്കെ ജ്യൂസ് ഒന്ന് തയ്യാറാക്കി നോക്കിക്കേ. വളരെ ഹെൽത്തിയാണ്, ശരീരത്തിന് വളരെയധികം പ്രയോജനം കിട്ടുന്ന ഒരു ജ്യൂസും കൂടിയാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എപ്പോഴും നമ്മൾ ബീട്രൂട്ട് ചേർക്കുമ്പോൾ റോയായിട്ടുള്ളത് ചേർക്കുന്നതിനെക്കാട്ടിൽ ഒന്ന് വേവിച്ചിട്ട് ജ്യൂസ് തയ്യാറാക്കി എടുക്കുമ്പോൾ ആ കുത്തലൊന്നും ഉണ്ടാവുകയില്ല. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റാഗി നല്ല രീതിയിൽ നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് ചേർത്തിട്ട് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും ആൽമണ്ട്സും ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 3 ഡേറ്റ്സ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഒരു റോബസ്റ്റ പഴം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് ഒരു റോബസ്റ്റ പഴം മാത്രമേ മധുരത്തിന് ചേർക്കുന്നുള്ളൂ. കുറുക്കി എടുത്തിരിക്കുന്ന റാഗിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമുക്ക് ഇവ നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം ഞാനൊരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് തിളപ്പിച്ച് ആറിച്ച ശേഷം ചെറുതായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗിയും ബീട്രൂട്ടും ചേർന്നിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതി തയ്യാറാക്കുകയാണെങ്കിൽ ആ ബീട്രൂട്ടിൻ്റെ കുത്തലൊന്നും അറിയുകയുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസും കൂടിയാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ സബ്ജ സീഡ്സ് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതും കൂടെ ഈ ജ്യൂസിലോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ വയറൊക്കെ തണുപ്പിക്കുന്നതിന് ഈ സബ്ജ സീഡ്സും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നല്ല ഒരു കൂളിംഗ് എഫക്റ്റൊക്കെ കിട്ടുകയും ചെയ്യും. ഇങ്ങനെയൊന്ന് തയ്യാറാക്കുകയാണെങ്കിൽ ഷുഗർ ഉള്ളവർക്കും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഇത് നമുക്ക് കുടിക്കാവുന്നതാണ്. ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയുകയും ചെയ്യും. നമ്മളിവിടെ റോബസ്റ്റ പഴമൊക്കെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കിയാൽ വളരെയധികം പ്രയോജനം കിട്ടുന്ന ഒരു ജ്യൂസും കൂടിയാണ്. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം ഈസിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.